ഹലോ, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ കൃഷിയൊക്കെ പതുക്കെ തുടങ്ങാം. അപ്പം ഞാനാണെങ്കിൽ കാട് പിടിച്ച് കിടന്ന അയ്യോ എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് കൃഷിഭവനിൽ നിന്ന് കുറച്ച് കുമ്പളത്തിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. തക്കാളിയുണ്ട്, നമ്മുടെ കുക്കുംബറിൻ്റെയും തൈയുണ്ട്. ഇനി ഞാൻ കുമ്പളമൊക്കെ നടാമെന്ന് വിചാരിച്ച്. നേരത്തെയുള്ള നമ്മുടെ കൃഷി ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. അത് മഴയൊക്കെ ആയത് കാരണം അതിൻ്റെ എക്സ്പയറായി. അപ്പം ഞാൻ പുതിയ സ്യൂഡോമോണസും ഒക്കെ വാങ്ങിച്ചു, ഡോളോമൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ തൈ നടുന്ന പരിപാടിയിലാണ്. എല്ലാവരും ഓണമൊക്കെ ആയിട്ട് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്രാവശ്യം എനിക്ക് ഓണത്തിനേക്കുള്ള കൃഷിയൊന്നും തുടങ്ങാൻ പറ്റിയില്ല. വലിയ കൃഷിയൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. പിന്നെ അധികമുള്ളതൊക്കെ നമ്മൾ അയലത്തൊക്കെ കൊടുക്കാറുണ്ട്. ഇത് കുമ്പളത്തിൻ്റെ തൈ എങ്ങനെ നട്ടു, ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ കുമ്പളമൊക്കെ ഒരുപാടങ്ങ് കയറിപ്പോകുമല്ലോ. ഇനി മരത്തിൻ്റെയൊക്കെ ചെവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി പൊക്കോളും, മരത്തിലോട്ടൊക്കെ കയറും. ഇങ്ങനെ 3 തടത്തിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചെറിയ രീതിയിലുള്ള മത്തനില്ലേ, കണിമത്തൻ എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നിച്ച് മത്തൻ്റെത് പാകുക ചെയ്തത്. മത്തൻ്റെ തൈ നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ടില്ല. നമ്മൾ വെള്ളം അല്ലാതെ ചാണകപ്പൊടി കുറച്ച് സൂഡോമോണസും ഇട്ടിട്ട് ഞാൻ വെള്ളം താഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ 2 ദിവസത്തേക്കകത്ത് മുള വന്നോളും. അപ്പോൾ നമുക്ക് മാറ്റി നടാം. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കൃഷിയിൽ നിന്നുണ്ടാവുന്ന വിളവൊക്കെ നമുക്കെന്ത് സന്തോഷമാണ് കഴിക്കാനല്ലേ. എനിക്ക് മത്തൻ്റെ ഇലയെങ്കിലും പറിച്ചിട്ട് ഞാൻ തോരനൊക്കെ വെക്കും. ഞാൻ അങ്ങനെ പച്ചക്കറിയൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ല. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വാങ്ങും. പിന്നെ അങ്ങനെ ഞാനും മോളും ഉണ്ട്. പിന്നെ കുറേ പാഷൻ ഫ്രൂട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാം വവ്വാലൊക്കെ കൊണ്ടുപോവുക. പിന്നെ മോള് വിചാരിച്ച് വലുത് കണ്ടുകൊണ്ട് വിളഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് പറിച്ചു. പക്ഷെ അതൊട്ടും വിളഞ്ഞതല്ല. ഞങ്ങൾ കൊണ്ടുവന്നിട്ട് മുറിച്ച് നോക്കി, പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ വിളയാനുണ്ട്. ഭയങ്കര പുളിയായിരുന്നു. അവളുടെ ആഗ്രഹത്തിന് പറിച്ചതാണ്. പിന്നെ ഒരു കടച്ചക്ക ഉണ്ടായിരുന്നു, അത് പറിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.